നമ്മൾ ഇടുക്കിയിലേക്ക് പോകുന്നു. നെടുങ്കണ്ടം പഞ്ചായത്തിൽ നിന്ന് സന്ദീപ് രാജാക്കാട്. നെടുങ്കണ്ടം പഞ്ചായത്തിൽ രാവിലെ തന്നെ നേരം വെളുത്തോ? 10 മണിക്ക് മുന്നേ എല്ലാവരും എത്തിയോ? തീർച്ചയായിട്ടും നെടുങ്കണ്ടം പഞ്ചായത്തിൽ നമ്മൾ വരുമ്പോൾ ഏതാണ്ട് 9:30-ക്ക് ശേഷം നമ്മൾ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസിൻ്റെ മുൻവശത്തായിട്ട് എത്തിയിരുന്നു. നമ്മൾ എത്തുമ്പോൾ തന്നെ ഈ ഓഫീസ് മുറി തുറന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ആളുകൾ രാവിലെ തന്നെ പഞ്ചായത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായിരുന്നാലും ജീവനക്കാർ ഒരു ഭൂരിഭാഗം തന്നെ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഇവിടേക്കൊന്ന് കയറി നോക്കിയാൽ ഇവിടെ നിന്നുള്ള ഫ്രണ്ട് ഓഫീസാണ്. ഫ്രണ്ട് ഓഫീസിൽ രണ്ടുപേർ. ഓക്കെ ഈ മൊത്തം ഇവിടുത്തെ സ്റ്റാഫ് 24 സാറേ 24 ഇന്ന് ഒട്ടുമുക്ക പേരുണ്ട്. ഈ ആരെങ്കിലും ഉണ്ട്? ഉണ്ട്. ബാക്കിയുള്ളവർ 2 അല്ല 3 4 പേര് ലീവാണ്. 20 പേരുണ്ട്. ഒരു 2 പേര് ഫീൽഡൊക്കെ ആയിട്ട് എൻക്വയറിക്കൊക്കെ ആയിട്ട് പോയിക്കോണ്. സുജയ, ഇതിന് മോൾ വശത്താണ് സെക്രട്ടറി അടക്കമുള്ള ആളുകളുടെ ഇത്. അപ്പോൾ അവിടെ ഉണ്ട് ബാക്കി എല്ലാവരും എന്നാണ്. വളരെ വേഗത്തിൽ നമുക്ക് അവിടേക്ക് കൂടി ഒന്ന് സന്ദീപ് രാജാക്കാട് ഇപ്പോൾ ഉള്ളത് നെടുങ്കണ്ടം പഞ്ചായത്തിലാണ്. സന്ദീപിന് തന്നെ പഞ്ചായത്തല്ലേ അത്? അല്ല, നെടുങ്കണ്ടം എൻ്റെ പഞ്ചായത്തല്ല. നെടുങ്കണ്ടം എൻ്റെ പഞ്ചായത്ത് രാജാക്കാട് പഞ്ചായത്താണ്. നെടുങ്കണ്ടം നമ്മുടെ ബ്യൂറോ ഓഫീസ് ഇരിക്കുന്ന പഞ്ചായത്താണ്. എന്തായാലും ഇത് ഏറെക്കുറെ സീറ്റുകൾ കാലിയായി കിടക്കുന്ന നമുക്ക് കാണാൻ കഴിയില്ല. സെക്രട്ടറിയുടെ ഓഫീസ് അപ്പുറത്താണ്. അപ്പോൾ അതേ സെക്രട്ടറിയുടെ ഓഫീസ് തൊട്ടിപ്പുറത്താണ്. ഇതാണ് സെക്രട്ടറി. നേരത്തെ എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ കണ്ടതായിരുന്നു. ഇവിടെ നിന്ന് വരുന്ന സമയത്ത് തന്നെ സാറ് നേരത്തെ എത്തി. ഞാൻ കൃത്യമായിട്ട് 9:15 ഓഫീസ് വരുന്ന ആളാണ്. അതെ. ഇന്നിപ്പം എത്ര പേര് എത്തിയിട്ടുണ്ട്? 22 പേരിൽ 2 പേര്, 20 പേര് വന്നിട്ടുണ്ട്. 2 പേര് ഇന്ന് ലീവ് പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ 3 പേര് 4 പേര് അല്ല, രജിസ്റ്ററോടെ കാണിക്കാം. 2 പേരാണ് ലീവുള്ളത്. 2 പേര് വൈകിയാണെന്ന്. കാരണം ഇന്ന് സെൻറ് തോമസ് ഡേ ആയതുകൊണ്ട് അവർ പള്ളിയിൽ പോകാൻ വേണ്ടി 10 മിനിറ്റ് വൈകി വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ അത്തരം ഒരു ആവശ്യമൊക്കെ ഉന്നയിക്കുമ്പോൾ നമ്മളത് അനുവദിച്ച് കൊടുക്കാറുണ്ട്. ഉണ്ട്. കാരണം അവർ ഉച്ചയ്ക്ക് ഇരുന്നോളും. ഉച്ചയ്ക്ക് 5 ബ്രേക്ക് കുറച്ചിരുന്നോളും. അല്ലെങ്കിൽ 5 മണി കഴിഞ്ഞേ പോവുള്ളൂ. എന്തായാലും അത് അവർ ആ സമയം ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു ആ സമയം കൂടെ അധികം ജോലി ചെയ്തവർ പോവുള്ളൂ. അങ്ങനെ വൈകി വരാൻ ഇളവ് സ്ഥിരമായി വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടോ? പ്രധാനപ്പെട്ട ദിവസമാണ് ഈ സെൻറ് തോമസ് ഡേ. അങ്ങനെ 10 മണിക്ക് 10 മിനിറ്റ് സമയം ചോദിച്ചാൽ കൊടുക്കാം. സ്ഥിരമായിട്ട് വൈകി വരാൻ ഇളവ് ചോദിക്കുന്ന ആളുകളുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. അങ്ങനെ കൊടുക്കാറില്ല. അങ്ങനെ സമ്മതിക്കത്തില്ല. അങ്ങനെ അനുവദിക്കില്ല. പഞ്ചിങ് സംവിധാനമില്ല അല്ലേ? നമുക്കായില്ല, ഒരിടത്തും ആയില്ല. ആയിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യണമെന്നുണ്ട്. ഇവിടെ ഉണ്ട്. അതൊന്ന് ആക്കി കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആകുമെന്ന് സാറിന് തോന്നുന്നുണ്ട്? തീർച്ചയായും അത് കുറച്ചുകൂടെ ഉത്തരവാദിത്വം വരും. നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് പേര് ദൂരെ പീരുമേടിന്ന് വരെ വരുന്ന ആൾക്കാർ. ഈ സംഘടനാ പ്രവർത്തനമൊക്കെ അവിടെ സജീവമാണോ? സംഘടന വിളിക്കാറൊക്കെ ഉണ്ടോ സെക്രട്ടറി? അത് ചോദിക്കൂ. ജീവനക്കാരോടൊക്കെ ഇളവ് കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. സമയം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്. കാരണം അവരെ കൊണ്ട് ബാക്കി നമുക്ക് ഇരുത്താൻ പറ്റും. ജീവനക്കാരെയൊക്കെ കൃത്യമായ സമയത്തേക്ക് വിളിക്കുമ്പോഴേ സംഘടനാ പ്രവർത്തനം ഒക്കെ ഇവിടെ സജീവമായി നടക്കുന്നുണ്ടോ എന്ന് കൂടി ചോദിക്കുന്നുണ്ട് സുജിയപ്പ. ഇല്ല, എനിക്ക് തോന്നുന്നു ജോലി സമയത്ത് സംഘടന പ്രവർത്തനത്തിൽ പോകുന്ന അപ്പോൾ ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ തീർത്തും ഇല്ലെന്ന് തന്നെ പറയാം. അത്രയും ഇടപെടൽ എന്തായാലും ഉണ്ടാവുമോ? ഇല്ല, എനിക്കങ്ങനെ ഒരു വന്നിട്ടില്ല. എന്നോട് അങ്ങനെ പറയുകയോ അങ്ങനെ ഇവിടുന്ന് ആരെങ്കിലും സമയത്ത് വിടണമെന്ന് പറയുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. ഈ സ്റ്റാഫുകൾ കൃത്യമായി എത്തുന്നതിന് ഒരു നിർബന്ധം. സന്ദീപ് രാജാക്കാട് നെടുങ്കണ്ടം പഞ്ചായത്തിലെ വിവരങ്ങളാണ്. അവിടുത്തെ സെക്രട്ടറിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം 9:45 തന്നെ എത്തിയെന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും അങ്ങനെ ആയിരിക്കട്ടെ സാർ.